ഹായ് ഓൾ, വെൽക്കം ടു സിനൂസ് ക്രാഫ്റ്റ്. സോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റിംഗ് ആൽബം മേക്കിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു A3 ഷീറ്റിൽ എത്ര പിക്ക് ആഡ് ആക്കണം, അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ ക്ലാരിറ്റി കുറയാതെ എങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്നുള്ളത്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഓൺ വോയിസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എഡിറ്റിംഗ് സഹിതം കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A3 ഷീറ്റിൽ എത്ര പിക്ക് ആഡ് ആക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു A3 ഷീറ്റിൽ ഞാൻ ആഡ് ആക്കാറുള്ളത് 30 പിക്സാണ്. മിനി പോളറോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ 30 പിക്സാണ് ആഡ് ആക്കാറുള്ളത്. അതിൽ വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 ഒക്കെ വെച്ച് ആഡ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത്, നമുക്ക് വന്നിട്ടുള്ള എഫേർട്ട് പ്ലസ് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് പ്ലസ് നമ്മുടെ പ്രോഫിറ്റ്, ഇത്രയാണ് റേറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ ക്ലാരിറ്റി കുറയാതെ എങ്ങനെ പ്രിൻ്റ് ചെയ്യാം, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും എത്ര GSM-ലാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന്. അതായത് 300 GSM, 150, 220, 280 എന്നിങ്ങനെയുള്ള GSM ഉണ്ട്. അതിൽ നമുക്ക് എത്ര GSM ആണ് വരേണ്ടതെന്ന് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, അതുപോലെ തന്നെ പോളറോയിഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി വേണം, തിക്നെസ് വേണം. അപ്പോൾ നമ്മൾ 300 GSM-ലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ എഡിറ്റിംഗ് സഹിതം കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.